ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ആൻഡ് സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് കുറോമിനെ വരയ്ക്കണേ എന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ A4 ഷീറ്റ് എടുത്ത് പാഡിൽ പിൻ ചെയ്യുക. എന്നിട്ട് പെൻസിൽ എടുത്തിട്ട് കുറോമിക്ക് ഹെഡും ബോഡിയും ഫൂട്ടും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കളവെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് മൈസൂർ പോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഷേപ്പ് കിട്ടില്ലോ, ഇത്ര സംഭവത്തിന് മതി എന്ന് നമ്മൾ അളവെടുക്കാൻ വേണ്ടി ഒരു ഐഡിയ ആണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഡിയ യൂസ് ചെയ്യാം, സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറോമിക്ക് ചെവി ഉണ്ട്. അപ്പോൾ ചെവി വരയ്ക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം തന്നെ നമ്മൾ അളവിൻ്റെ ഫസ്റ്റ് അളവെടുത്തില്ല, ഒരു മൈനസ് അളവിൻ്റെ അവിടെ നമ്മളൊരു സർക്കിൾ വരയ്ക്കും. നല്ല ഭംഗിയിൽ ഷെയ്ഡാക്കി മെല്ലെ 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 വരച്ചാൽ മതി. അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടത് ആ കുറോമിക്ക് ഒരു കാപ്പി മോഡൽ എന്താ ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അത് വരയ്ക്കണം. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഞാൻ സ്കെയിലിലാണ് അതിൽ വരയ്ക്കുന്നത്. ഇങ്ങനെ കാപ്പി മോഡൽ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു വര കൊടുക്കുക. പിന്നെ അത് ഇത്തിരി കുനിപ്പ് എൻഡിൽ കൊടുത്തിട്ട് പിന്നെ അത് ഷെയ്ഡ് ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നുള്ള പെൻസിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഷെയ്ഡ് ഇല്ലേ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു 4 വരകൾ വരച്ചു കൊടുക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, ഈ ചാനൽ പുതിയ ചാനലാണ്. ഈ ചാനലിൻ്റെ പേര് 4 ബഡ്സ് ഒഫീഷ്യൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കോടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോ എന്താ ഇടേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാവരുടെ കമൻറ്റ് നോക്കിയിട്ട് കൂടുതൽ ഏതാ വരണേ അങ്ങനെ ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഞാനത് വരയ്ക്കും. അടുത്ത് എന്താ ഞാൻ വരയ്ക്കേണ്ടത് നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ കാപ്പി മോഡൽ ഐറ്റം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇത്തിരി ഡാർക്കാക്കി കൊടുക്കുക. അതിൻ്റെ വയസ്സിലൊക്കെ ലൈറ്റ് സൈഡ്സൊക്കെ ഇത്തിരി ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തിരി ഭംഗിയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന പിക്ചേഴ്സിൽ കളർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത് പെൻസിൽ ഡ്രോയിങ് ആണ് വേണം ആഗ്രഹമുള്ളവർ അതും കമൻറ്റ് ചെയ്യാം. ഇത് ഈസി ആൻഡ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ വരച്ച പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ബോഡിയാണ്. ബോഡിക്ക് നമ്മൾ ആദ്യം തന്നെ റാ ഷേപ്പാണ് നമ്മൾ ഒരു സൈഡിൽ നമ്മൾ റാ ഷേപ്പ് വരയ്ക്കുക. പിന്നെ നമുക്ക് ഫൂട്ടിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഫൂട്ട് പോലെ ജസ്റ്റ് ഒന്ന് ഇത്തിരി കേളൊക്കെ ആയിട്ട് റാപ്പിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ അതിൻ്റെ അടിവശം ആ ഫൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഇത്തിരി കുനിപ്പുണ്ട്, എന്നിട്ടാണ് അടുത്ത ഫൂട്ട് വരുന്നത്. അപ്പോൾ അത് ഇത്തിരി ഡാർക്കാക്കി ലൈറ്റാക്കിയിട്ടൊക്കെ കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇതിൽ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ തന്നെ മെല്ലെ സ്ലോലി ചെയ്താൽ മതി. നമുക്ക് തിരക്കില്ല, കാരണം പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. മെല്ലെ ഷെയ്ഡ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഒരു ഫൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ ഫൂട്ട് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഡാർക്കാക്കി നമ്മളിങ്ങനെ കോറിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ കോറി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതിരി ഡാർക്കാക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ഫൂട്ടാണ് വരയ്ക്കുന്നത്. സെക്കൻഡ് ഫൂട്ടിൻ്റെ അടിവശം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് സൈഡ് ഉണ്ട്, അത് കഴിഞ്ഞ് മുകളിൽ എൻ്റെ തെറ്റുന്നൊക്കെ ഉണ്ട്. അപ്പം അത് എനിക്ക് ക്ഷമിക്കണം, അത് എല്ലാം തെറ്റില്ലോ. അപ്പോൾ തെറ്റുമ്പോൾ ഞാൻ ഇത്തിരി മാറ്റുന്നൊക്കെ ഉണ്ട്, മാച്ചിട്ടാണ് ഞാൻ ബാക്കി കംപ്ലീറ്റ് ആക്കുന്നത്. ഇപ്പോൾ മാച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അടിവശം കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ആ സൈഡ് വശമാണ് കേളിയാക്കേണ്ടത്. മെല്ലെ സ്ലോലിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യുന്നത് നിർബന്ധമുള്ളതൊന്നുമില്ല, നമുക്ക് മെല്ലെ ചെയ്താലും മതി. പിന്നെ ഞാൻ ഒന്നും കൂടി പറയുന്നു, എൻ്റെ വീഡിയോ ആരെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ കാണുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് പിക്ചർ വരയ്ക്കേണ്ടത്, എന്താണ് ഞാൻ കൂടുതലും യൂട്യൂബ് ചാനലിൽ ഇടേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ബോഡി പാർട്ട് ആയതുകൊണ്ട് രണ്ടാമത്തെ സൈഡിൽ ബോഡി പാർട്ട് ആണല്ലോ, ഒരു ബോഡി പാർട്ട് പറയുമ്പോൾ 2 സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ നമ്മളിങ്ങനെ റാ ഷേപ്പ് വരച്ചു കൊടുക്കാം. പിന്നെ കുറോമിക്ക് ഫൂട്ടിൻ്റെ അവിടെ ഒരു കേളി പോലെ ഒരു സംഭവം വരാൻ അത് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാട്ടും നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതൊരു ഡാർക്ക് ആക്കിയിട്ട് അപ്പോൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി കുറച്ചുകൂടി ഭംഗി കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കുറോമിക്ക് കൈയാണ്. അപ്പോൾ കൈയിന് നമ്മൾ ബോഡിയുടെ ഫസ്റ്റ് പാർട്ട് എടുത്തില്ലേ ആ റായുടെ അവിടെ നിന്ന് കുറച്ച് ഇത് നീക്കിയിട്ട് ഇങ്ങനെ റാ പോലെ തന്നെ റായില്ല, ഇത്തിരി സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ ഇത്തിരി കേളിയായിട്ട് മെല്ലെ ഷെയ്ഡ് ചെയ്ത് പിന്നെ അടിയിൽ ഒരു കുനിപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ടെടുത്ത് ഒരു സർക്കിൾ പോലെ, കറക്റ്റ് സർക്കിളല്ല, ഓവലല്ല, അങ്ങനത്തെ ഒരു ഷേപ്പ്, അങ്ങനത്തെ രീതിയിൽ നമ്മൾ മെല്ലെ വരച്ച് നമ്മുടെ ബോഡിയിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കാര്യം നമ്മളത് എപ്പോഴും ചെയ്യിപ്പിച്ചാൽ അപ്പം തന്നെ നമ്മളിപ്പോൾ തന്നെ ഷെയ്ഡ് ഡാർക്കാക്കി നല്ല ഉറപ്പിച്ച് വരയ്ക്കാൻ പാടില്ല. പിക്ചറാകുമ്പോൾ സ്ലോലി തന്നെ ഉറപ്പിക്കാണ്ട് വേണം വരയ്ക്കാൻ. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് വരച്ചിട്ട് അത് ഡാർക്കാക്കി കൊടുത്താലും മതി. ഇനി നമ്മൾ വരയ്ക്കുന്നത് രണ്ടാമത്തെ കൈയാണ്. രണ്ടാമത്തെ കൈയിൽ നമ്മൾ ആ റാ ഷേപ്പ് ഒന്നുകൂടി വരച്ചു, കുനിപ്പ് വരച്ചു. ഇനി അടിയിലുള്ള ആ സർക്കിളും കൂടി. പിന്നെ അത് വരയ്ക്കുമ്പോൾ നമ്മൾ തെറ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അളവിന് 2 കൈയും ഒരേ അളവിന് നിൽക്കട്ടെ. അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് മറ്റേ കൈയിൻ്റെ ആ ലാസ്റ്റത്തെ സർക്കിളിൽ അതുണ്ടാകും, ആ സർക്കിളിൻ്റെ അവിടെ മുതൽ സ്കെയിൽ എടുത്തിട്ട് 50 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്താലും മതി, വലിയ വേണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ കൈയിൻ്റെ ഏത് പോർഷൻ അവിടെ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളാവും. മുകളിൽ സർക്കിളിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ അളവിൽ ഇത്രേൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്താൽ മതി, അങ്ങനെ ഒരു സംഭവം. പിന്നെ സോറി ഗൈസ്, ഇതിൻ്റെ ഇടയിൽ എൻ്റെ മുടി എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഇനി അടുത്തുള്ള വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അത് ഇടയ്ക്ക് വരുന്നത് അത് ഞാൻ കുമ്പിട്ട് വരയ്ക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട്, അതിനോട് ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ മിസ്റ്റേക്സ് ഉണ്ടാവില്ല. അതാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, എന്നോട് ക്ഷമിക്കണം. ഇനി വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
നിങ്ങളുടെ അഭിപ്രായം ഞാൻ എന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിയിലുള്ള ആ വര വെച്ച് സ്കെയിൽ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഉണ്ട കംപ്ലീറ്റ് ആക്കണം. നന്നായി ലൈറ്റായിട്ട് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡാർക്ക് ആക്കുന്നത്. പിന്നെ നമ്മൾ വര വരച്ചതിന് മുകളിൽ നമ്മൾ സർക്കിൾ വെച്ച് കഴിയുമ്പോൾ ആ വര പുറത്തേക്ക് ഉള്ളിലിങ്ങനെ നിൽക്കണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇറൈസ് ചെയ്ത് കളയാം. അതുപോലെ നമ്മൾ ആദ്യം സിമ്പിളാക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം ഹെഡിൽ ഇത്രയും അളവെടുത്തിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് വരച്ചതിൽ അത് നമുക്ക് ഇറൈസ് ചെയ്ത് കളയാം. നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറൈസ് ചെയ്ത് കളയാം. മാർക്ക് ചെയ്ത് നമ്മൾ ചെറിയ ഭംഗി കളയാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് നന്നായി ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വരച്ച പിക്ചേഴ്സ് ചെറുതായിട്ട് ലൈറ്റാണ്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടാണ് പിക്ചർ ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ആക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഷെയ്ഡ് ഡാർക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോട്ട് നന്നായി ചെയ്യണം. നിങ്ങൾ നല്ല സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണണം രീതിയിൽ സ്ലോലി ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ മെല്ലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ തെറ്റാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മെല്ലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ഫുഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുപ്പും ഇനി നമുക്ക് രണ്ടാമത്തെ ഫുഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഫുഡ് നല്ലതുപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 ഫുഡ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് വേണ്ടത്. കുറുമിയുടെ കൈ. ഇനി ആ കൈ നല്ല ഭംഗിയിൽ ഷെയ്ഡ് ചെയ്ത് വരാം. അപ്പോൾ ആ കൈ കഴിഞ്ഞു. അതുപോലെ അവരുടെ ബോഡിയിലെ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആണ്. ഫസ്റ്റ് പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇനി സെക്കൻഡ് ഹാൻഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. സെക്കൻഡ് പാർട്ടും ഫുൾ കംപ്ലീറ്റ് ആയി ഹാൻഡിൻ്റെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലൈറ്റായിട്ട് വരയ്ക്കുക. അമർത്തി ഒരിക്കലും വരയ്ക്കരുത്. അമർത്തി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ കീറാനോ അങ്ങനെ എന്തൊക്കെയോ നമുക്ക് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും തെറ്റി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വരച്ച് നമ്മൾ ഡാർക്ക് ആക്കി കൊടുത്താൽ മതി. ഇനി കുറോമിയുടെ ആ ഹെഡെല്ലാം ക്യാപ്പി നമ്മൾ ഷെയ്ഡ് ആക്കി കൊടുക്കുന്നത് 4 കോൺസാണ് അവിടെ ഉള്ളത്. 4 കോൺസും നല്ല ഭംഗിയിൽ ഷെയ്ഡ് ചെയ്ത് തിരക്കാരും പിടിക്കേണ്ട, സ്ലോലി ചെയ്താൽ മതി. മെല്ലെ ഷെയ്ഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ആയി മതി. ഇപ്പോൾ നമ്മൾ 2 കോൺസ് കംപ്ലീറ്റ് ആയി, 3 കോൺസ് കംപ്ലീറ്റ് ആയി, 4th കോണാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയിൽ സ്ലോലി എത്ര സ്ലോലി ഒക്കെ പറ്റും അത്ര സ്ലോലി ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായി കിട്ടണമെങ്കിൽ, നല്ല ക്യൂട്ട് കോണി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ലോലി വേണം ചെയ്യാം. എല്ലാവരും നല്ല സ്ലോലി ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ കൈക്കാരൻ കാണാനില്ലാന്ന്. അത് റെഡിയാക്കി തരാം കേട്ടോ. ഇപ്പോൾ ഇടയിലെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഹെഡ്. ഇപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഹെഡ് അല്ലാണ്ട് ബാക്കി ബാറ്റ്സൊക്കെ നന്നായി ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഇനി ഹെഡും കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡൊക്കെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ പകുതി സർക്കിൾ ഫിനിഷ്ഡ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇത്തിരി അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ തുടർച്ചയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത പിക്ചർ എന്താ വരയ്ക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ അഭിപ്രായം കൂടി നിങ്ങൾ ഇടണം കേട്ടോ. ഇനി ക്രാഫ്റ്റ്സ് ആണോ ഡ്രോയിങ്സ് ആണോ എന്തുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹെഡ് നല്ല ഭംഗിയിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമിക്ക് ഒരു ടെയിലാണ് കൊടുക്കേണ്ടത്. ടെയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കേളിയായിട്ട് ടെയിൽ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത്തിരി തിക്കടാണ് ഈ വന്നിട്ടുള്ളത്. ലൈറ്റ് നൂല് പോലെയല്ല കേട്ടോ, ഇത്തിരി തിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി തിക്കിലേൻ്റെ അടിയിൽ ഒന്നുകൂടി വരയ്ക്കുക. എന്നിട്ട് ഒരു ആരോ മാർക്കിൻ്റെ അതുപോലെ നല്ല നീളം പാടില്ല, കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിൽ ഇനി ഒരു ആരോ മാർക്കിൻ്റെ ആ ഒരു ആരോ അത് തുമ്പത്ത് വരുന്നുണ്ട് കുറുമിക്ക്. എന്താണ് കുറുമ്പ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആ ആരോ നമുക്ക് അവിടെ വരച്ച് കൊടുക്കാം. അതും നല്ല ഷെയ്ഡ് മെല്ലെ തന്നെ വരച്ചാൽ മതി. അത്ര സ്പീഡിലൊന്നും വരയ്ക്കേണ്ടത്, നമ്മൾ സ്ലോലി തന്നെ വരച്ചാൽ മതി കേട്ടോ. നല്ല മെല്ലെ. ഇപ്പോൾ നമ്മുടെ കുറച്ചിട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. മാച്ചിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്. ഞാൻ തെറ്റുകൾ എല്ലാവർക്കും പറ്റും. തെറ്റുകളാണ് എനിക്കും പറ്റിയത്. അപ്പോൾ മാച്ചിട്ട് തന്നെ എല്ലാവരും വരയ്ക്കുക. ഭംഗി കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഭംഗി കൂട്ടുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബുക്കിലോ പേപ്പറിലോ ലൈക്ക് എന്തെങ്കിലും ഇട്ടാലും നമ്മൾ ഒരിക്കലും അമർത്തി വരയ്ക്കരുത്. ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ നമുക്കത് ഷെയ്ഡ് ചെയ്യണം. ഇനി നമ്മളത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ടെയിൽ ഷെയ്ഡ് ചെയ്യണം. കുറുമിയുടെ ടെയിൽ നമ്മൾ പെൻസിലോട് തന്നെ ഷെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഷെയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് കുറുമിയുടെ 2 ചെവികളാണ് വരയ്ക്കേണ്ടത്. ഇത് വരയ്ക്കേണ്ട എളുപ്പം മാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ സൈഡിൽ ഈക്വലായിട്ട് ഒരുപാട് തന്നെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അടിയിൽ ഇത്തിരി കുനുപ്പൊക്കെ ആയിട്ട് വരകളൊക്കെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെവിയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചെവിക്ക് ലൈറ്റായിട്ട് ആദ്യം നമ്മളൊരു കുനിപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. സ്ലാൻഡഡ് ആയിട്ട് ഒരു കുനിപ്പ്. ഇനി ആ കുനിപ്പിന്ന് ഒരു വര നമ്മൾ സ്ലാൻഡഡ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കെയിൽ ഉപയോഗിക്കുന്നില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ സ്കെയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വലിപ്പം കൂട്ടി ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ വലിപ്പം കൂട്ടാം. പിന്നെ നിങ്ങളൊക്കെ ഡ്രോയിങ്സൊക്കെ ബുക്സിലാണ് ചെയ്യാറ്, എ4 ഷീറ്റിലാണ് ചെയ്യാറ്? ഞാനിപ്പോൾ ഈ പിക്ചർ എ4 ഷീറ്റിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ എങ്ങനെ ചെയ്യാറുള്ളത് ഈ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. ആ രീതി എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇപ്പോൾ നമ്മുടെ ചെവി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വലിപ്പം കൂട്ടണം, കുറയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ ചെവി വരച്ച് കൊടുക്കുക. പിന്നെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ആ ചെവിയുടെ മുകളിൽ ഒരു സർക്കിൾ വെച്ച് കൊടുക്കണം. സർക്കിൾ ലൈറ്റായിട്ട് വെച്ചിട്ട് അത് ഷെയ്ഡ് ചെയ്ത് ഡാർക്ക് ആക്കാണ് വേണ്ടത്. നമ്മൾ നേരത്തെ വരച്ച വര കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി നേരത്തെ ഇപ്പോൾ വരച്ച ചെവിയുടെ അവിടെ മുതൽ അവിടേക്ക് അപ്പുറത്തെ ചെവി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി സ്കെയിൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തെറ്റിയിട്ടുണ്ടോ ശരിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇതെടുത്ത് ചെവി വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി വരയ്ക്കുമ്പോൾ രണ്ട് ചെവി ഒരുപോലെ വേണം വരാൻ. രണ്ട് ചെവിയും ചെവി നല്ല വലിപ്പം കൂടി ഒരു ചെവി നല്ല ചെറുതായി അങ്ങനെയൊന്നും വരാൻ പാടില്ല. രണ്ടും ഒരുപോലെ വരാനാണ് അപ്പോൾ സ്കെയിൽ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റേ ചെവിയുടെ പോലെ തന്നെ നമ്മൾ ഈ ചെവിക്കും സ്ലാൻഡഡ് ആയിട്ട് വരച്ചിട്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെവി കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ മറ്റേ ചെവിയുടെ പോലെ തന്നെ നമുക്കൊരു സർക്കിളും കൂടി ഇപ്പോൾ ചെവിയുടെ ഫസ്റ്റ് നമുക്കൊരു വരച്ചു കൊടുക്കാം. സർക്കിൾ ലൈറ്റായിട്ട് വരച്ചിട്ട് രണ്ട് സർക്കിളും ഒരുപോലെ തന്നെയല്ലേ വീതിയും ഇതൊക്കെ ഒരുപോലെ തന്നെയല്ലേ നോക്കാം. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടം ചെറുതാവാനും വലുതാവാനും പാടില്ല, എല്ലാം ഒരു വലുപ്പത്തിൽ തന്നെ വേണം കേട്ടോ. ഇപ്പം എൻ്റെ ചെറിയൊരു ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ ഇത്തിരി ഷേക്ക് ആവുന്നുണ്ട്, സോറി, ക്ഷമിക്കണം. അത് ഞാൻ ഇത്തിരി കറക്റ്റാക്കി വയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് വല്ല ഇറിറ്റേറ്റും വരുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെവി വരച്ചു. ആ സർക്കിൾ നന്നായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. വരച്ചിട്ട് ആ സർക്കിൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതിൽ നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെയും പറയുന്നു, ഷെയ്ഡ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ടാണ് ഷെയ്ഡ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് ഇത് ഡാർക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് സ്ലോലി മെല്ലെ മെല്ലെ വേണം ഷെയ്ഡ് ചെയ്യാൻ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ടെയിൽ പെൻസിലോട് ഷെയ്ഡ് ചെയ്ത പോലെ ഉള്ളിൽ കളർ ചെയ്ത പോലെ ചെവിയുടെ മുകളിലുള്ള ആ സർക്കിൾ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ട് സർക്കിൾ രണ്ടെണ്ണത്തിനും നമ്മൾ കളർ ചെയ്ത് കൊടുക്കാം. പെൻസിലോട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചെവിയുടെ നമ്മൾ മാർക്ക് ചെയ്തില്ല, രണ്ട് ചെവി പോലെ അവൻ സ്കെയിൽ എടുത്തിട്ട്. അപ്പോൾ ആ ചെവിയുടെ അവിടെ ഉള്ളിൽ അങ്ങനത്തെ മാർക്കിംഗ് ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ മാർക്കിംഗ് ലൈൻസ് വന്നതുകൊണ്ട് ഞാൻ ആ ലൈൻസ് ഇറേസ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്കും വരുമായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് ഇറേസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് കോമിയുടെ തലയിലെ മുഖമാണ് വേണ്ടത്. മുഖത്തിന് നമ്മൾ റാ ഷേപ്പിൽ മെല്ലെ 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 സ്ലോലി ഒരു പകുതി റാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒത്തിരി വി ഷേപ്പിലാണ് വരുന്നത്. നമ്മളിത്തിരി കുരുപ്പൊക്കെ കൊടുത്ത് വലിയ വി ആണ് വരുന്നത്, കുഞ്ഞു വി അല്ല, വലിയ വി. കുരുപ്പ് പോയിട്ട് സ്ട്രേറ്റ് ലൈൻ ഇപ്പോൾ കണ്ടില്ലേ, വലിയ വി അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ വി ആയിട്ട് നമ്മൾ കൊടുക്കുക. കുരുപ്പ് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് ലൈൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുപ്പ്, അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ലൈൻ, പിന്നെ ആൻഡിൽ റാ. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ഉദ്ദേശിച്ചത് ഡാർക്ക് ചെയ്യാനാണ് കേട്ടോ. ഡാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഞാനിപ്പോൾ പറയുന്നത്. നന്നായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറോമയുടെ ഇപ്പോഴുള്ള ലുക്കാണ് ഇത്. ഇനി നമുക്ക് വരാനൊക്കെ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട്, പെട്ടെന്ന് തീരും. ഇപ്പോൾ നമ്മൾ അത് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്കൊന്നും ഇപ്പുറത്തേക്കൊന്നും ബ്ലെൻഡ് ആവാണ്ട് നമ്മൾ സൂക്ഷിക്കണം. ആ ഒരു മാർക്കിംഗ് ലൈനിൽ തന്നെ വന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ ആരും തെറ്റിക്കരുത് കേട്ടോ. ലൈറ്റായിട്ട് മെല്ലെ 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 ഷെയ്ഡ് ചെയ്ത് അത് ഡാർക്കാക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഡാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി കണ്ണ് കൊടുക്കാണ്ട് എൻ്റെ മുടിയുടെ നിഴലാണ് കേട്ടോ, സോറി, ഇനി ഇത് വരില്ല, ഇത് നോക്കിക്കോളാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി തലയുടെ മുകളിൽ ഒരു പിക്കുണ്ട് അസ്ഥി കൂടത്തിൻ്റെ. അപ്പോൾ അത് വരയ്ക്കാണ്ട് പിന്നെ കണ്ണ് മൂക്ക് ഇതൊക്കെ വരയ്ക്കാണ്ട് വായ. ഇനി നമുക്ക് കുറച്ച് ടച്ച് പണികളോടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുളോമി അവസാനിക്കുകയുള്ളൂ, വരച്ചു കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ തലയുടെ മുകളിലുള്ള അസ്ഥികൂടമാണ് വരയ്ക്കാൻ പോകുന്നത്. അസ്ഥികൂടത്തിൻ്റെ തല. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു സർക്കിൾ മോഡൽ ഹാഫ് സർക്കിൾ പോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇത്തിരി വലുപ്പത്തിലൊക്കെ ആയിട്ട് എൻ്റെ തെറ്റിയിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ മാച്ചിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. പിന്നെ 3 വരകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. 3 കട്ടകൾ പോലെയാണ് വന്നിട്ടുള്ളത്, സ്ട്രിപ്സ് പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സർക്കിൾ ഞാൻ മാച്ചിട്ടൊന്ന് റീക്രിയേഷൻ ചെയ്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ വരയ്ക്കേണ്ടത് അടിയത്ത് 3 വരകളാണ്. നല്ല ഭംഗിയിൽ തന്നെ വരയ്ക്കുക, ശ്രദ്ധ പോകാതെ അതിൽ തന്നെ ശ്രദ്ധിച്ച് നന്നായിട്ട് വരയ്ക്കുക. 2 ഫസ്റ്റത്തെ കട്ടി കൂടിയതും നടുവിലത്തെ കട്ടി കുറഞ്ഞതും അതിൻ്റെ അപ്പുറത്തെ കട്ടി കൂടിയതും ആ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഇനി കുറുമയുടെ ആ അസ്ഥികൂടത്തിൻ്റെ അസ്ഥികൂടം തോന്നും എന്തെങ്കിലും പറ്റില്ലെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. ഇനി ആ സംഭവത്തിൻ്റെ ഉള്ളിലുള്ള അതിന് 2 കണ്ണുകളുണ്ട്. അപ്പോൾ ആ 2 കണ്ണുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കില്ല, അപ്പം ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് കുറുമയുടെ കണ്ണുകളാണ്, കണ്ണുകൾ. അപ്പോൾ ഇനി കണ്ണുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ലെങ്ത്തിൽ തന്നെ, ഒരു ലെങ്ത്തല്ല, ഒരേ സൈഡ്, ഒരേ ചിലപ്പോൾ കുറിപ്പ്, ഒരേ ചിലപ്പോൾ ഇറങ്ങിപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് നമുക്ക് സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നത്. 2 സൈഡിലും ഒരളവിൽ വരയ്ക്കാം. ആ വരയുടെ അടിയിലാണ് നമ്മളിങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വെച്ച് വരയ്ക്കാം. അത് വരയ്ക്കാതെ അറിയുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. സ്കെയിൽ എടുത്ത് വരച്ചിട്ട് അതിൻ്റെ അടിയിലാണ് റാ കൊടുക്കുന്നത്. റാ അടിയിൽ, ആ വരയുടെ അടിയിലാണ് റാ കൊടുക്കേണ്ടത്. റാ കൊടുത്തതിന് ശേഷം ആ വരയുടെ മുകളിലേക്ക് ഇത്തിരി സ്ലാൻഡഡ് ആയിട്ടൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പീലികൾ വരയ്ക്കുന്നത്, 2 പീലി. ആ 2 പീലി വരച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്യണം. അത് നമ്മൾ അപ്പോൾ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ലാസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്തെ അതിലേക്ക് പോവാം. അതുപോലെ തന്നെ അടിയിൽ റൗണ്ട് ഷേപ്പ്, റൗണ്ടല്ല റാ ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് അത് അപ്പോൾ തന്നെ ഷെയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മറ്റേ ഐ നമ്മൾ ഇത്തിരി സ്ലാൻഡഡ് ആയിട്ടാണ് വരയുടെ മുകളിൽ വെച്ചത്. അതുപോലെ തന്നെ അപ്പുറത്തെ ഐയും വരയുടെ മുകളിൽ നിന്ന് ആ എൻഡിക്ക് നമ്മൾ സ്ലാൻഡഡ് ആയിട്ട് അതുപോലെ തന്നെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 2 പീലികൾ വരച്ചു കൊടുക്കണം. പീലികളും അതുപോലെ ഒന്നും നമ്മൾ വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മറക്കില്ല. 2 പീലികൾ നല്ല ഭംഗിയിൽ സ്ലോലി വരയ്ക്കുക. പിന്നെ നമുക്ക് ഇറേസർ എടുത്തിട്ട് ഇറേസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വരകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വരകളൊക്കെ മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് കുറുമയ്ക്ക് ഒരു മൂക്കാണ് വരച്ചെടുക്കുന്നത്. ഹെല്ലോ കിറ്റിയുടെ പോലെ തന്നെ ഒരു മൂക്കാണ് കുറുമയ്ക്കുള്ളത്. അതെനിക്ക് എന്നെ വളരെ ഇഷ്ടപ്പെടുത്തി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മൂക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. മൂക്ക് വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുറുമയ്ക്ക് വായ.
സ്മൈൽ ചെയ്തിട്ടുള്ള കുറോമിയാണ് ഗൈസ്. നിങ്ങൾക്ക് എങ്ങനത്തെ കുറോമിയാണ് ഇഷ്ടം? അതോ ഇങ്ങനെ കണ്ണം അടച്ചിട്ട് ഇങ്ങനെ ഷേപ്പിലുള്ള കണ്ണാണ് ഇഷ്ടം? എങ്ങനത്തെ കണ്ണാണ് ഇഷ്ടം? നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത പിക്ചർ എന്താ വരയ്ക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എങ്ങനെയാണ് ഈ പിക്ചർ, അതിൻ്റെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കരുത്. അടുത്ത വീഡിയോ എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് കേട്ട് ചെയ്യുന്നതായിരിക്കും. വായ ഞാൻ മാറ്റുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ ഒന്നുകൂടി വരയ്ക്കുന്നത്. അത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. തിരിച്ചിരിഞ്ഞ ലൈക്ക് അതുപോലത്തെയാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ കുറോമിയാണ് ഇഷ്ടം? അങ്ങനത്തെ രീതിയിലുള്ള വായികൾ നൽകുക. ചില കുറോമികൾ വായ സാധാ സ്മൈൽ, റാ പോലെയുള്ള സ്മൈലുണ്ട്, വായ തോന്നുന്ന സ്മൈലുണ്ട്, അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കുറോമിയാണ് ഇഷ്ടം ആ കുറോമിനനുസരിച്ച് വരയ്ക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു കുറോമിനാണ്, ആ കുറോമിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് വരയ്ക്കും. ഇപ്പോൾ നമ്മൾ കുറോമിയിൽ അത് ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നന്നായി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതൊരിക്കലും നമ്മൾ മറക്കരുത്. ഇനി കുറോമിയുടെ ഉള്ളിൽ കണ്ണിന് നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്യാപ്പി ടൈപ്പിൽ നമ്മൾ നന്നായിട്ട് ക്യാപ്പിയുടെ ഉള്ളിൽ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ബഡ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു ബഡ്സ് വെച്ചിട്ട് ഞാനത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചെവി രണ്ടും നമ്മൾ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തിട്ട് ബഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിങ്ങനെ ഉറച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബ്ലെൻഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനൊരു അനുഭവത്തിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഹെഡും നമ്മളിങ്ങനെ പെൻസിൽ വെച്ച് ആ കോറി വരെ പോലെ. പിന്നെ ബഡ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുമ്പോൾ അത് കുറച്ചുകൂടി ഭംഗി കൂട്ടുന്നു. എല്ലായിടത്തും ചെറുതായിട്ടൊക്കെ വരുന്നില്ലേ? വരുന്നുണ്ട്. പിന്നെ അത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകണമെങ്കിൽ അപ്പോൾ തന്നെ മച്ച് കളാം. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പിയുടെ അടിയിൽ മണിമണികളുണ്ട്. അപ്പോൾ മണിമണികളാണ് നമുക്ക് ഇനി വരയ്ക്കേണ്ടത്. അപ്പോൾ ആ മണിമണികൾ നിങ്ങൾ വരയ്ക്കാൻ മറക്കരുത്. ബാക്കി എല്ലാം കണ്ട് എന്തൊരു അപാകത ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് വിചാരിക്കരുത്. ആ മണിമണികൾ നിങ്ങൾ മറയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും വരയ്ക്കാം. എന്നിട്ട് അതിനുള്ളിൽ ലൈറ്റ് കളറിൽ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബായ്. പിന്നെ നിങ്ങൾ അടുത്ത പിക്ചറിൽ എന്താ വരയ്ക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വരയ്ക്കുന്നതായിരിക്കും. ക്രാഫ്റ്റ് ഡ്രോയിങ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.